നെതന്യാഹു ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു ചോദ്യമാണിത്. അതുപോലെ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചില്ല, അവിടെ നോർമൽ ലൈഫാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്നും വീഡിയോ ഇടുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പൊക്കിപ്പിടിച്ച് ഇവിടെ നടക്കുന്ന സംഘികളെയും ക്രിസംഘികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൽ നിന്നും ഒരു ചേച്ചിയുടെ വീഡിയോ, ഇസ്രായേലിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം. ഹായ്, ഞാൻ ഡോണയാണേ. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത ഒരുപാട് സ്നേഹിതരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നിന്നും റോഡുകളൊക്കെ ഒരു 80% ശൂന്യമാണ് കേട്ടോ. ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ്. മറ്റേത് മിനിറ്റിന് ബസ് പോയിക്കൊണ്ടിരുന്നിടത്ത് ബസ്സുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ മെസ്സഞ്ചറിലെല്ലാം മറുപടി അയച്ച് എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നെ തിരക്കി കേട്ടോ. പക്ഷെ അതിനും കൂടുതൽ 100% എന്നെ അറിയാത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തവരാട്ടോ. ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും മറുപടി കൊടുക്കാറില്ല. പക്ഷെ ഇന്നലെ ആദ്യമായി ഞാൻ എല്ലാവർക്കും മെസ്സഞ്ചറിൽ മറുപടി കൊടുത്തു. കാര്യം നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ കയ്യിലെ വിരലിലുണ്ടാവുന്ന അത്ര ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് സുഖമാണോ എന്ന് പോലും തിരക്കിയിട്ടില്ല. നമുക്കെല്ലാം ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളും വാട്സപ്പും ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എനിക്ക് പരാതിയില്ല, എല്ലാവർക്കും തിരക്കുകളല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഇത് എന്റെ പവർ ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് കണ്ണിന് നല്ല പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ അനുഭവിച്ച ഇന്നലത്തെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഞാൻ പറയാം. രാവിലെ യുദ്ധം നമ്മളുണ്ടാവും, അലാറമൊക്കെ പ്രതീക്ഷിച്ചു. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ കയറി കുളിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അലാറം കേട്ടു. എങ്ങനെയെങ്കിലും ഓടി. എന്റെ വീട്ടിൽ സേഫ്റ്റി റൂം ഇല്ല കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്ത് എല്ലാവരും പറയുന്ന കേട്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെയും സേഫ്റ്റി റൂം ഉണ്ടെന്ന്. എന്റെ വീടിന്റെ ചുറ്റുപാട് ഓരോ ഏരിയ കണക്കാക്കിയാണ് കേട്ടോ സേഫ്റ്റി റൂം. വേറെ സേഫ്റ്റി റൂമുകളോ കാര്യങ്ങളോ ഒന്നും, ഞങ്ങൾക്ക് പബ്ലിക് ബങ്കറുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ നമ്മൾ പബ്ലിക് ബങ്കറിലേക്കാണ് പോകേണ്ടത്. എന്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്ന എന്റെ ആബയ്ക്ക് ക്യാൻസറാണ്. വീണ് മുട്ടൊക്കെ മാറ്റി വെച്ച ആളാണ്. അപ്പം ആബയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആബ ഇപ്പം വരാറില്ല. ആബ വീട്ടിൽ തന്നെ കഴിയുകയാണേ. അപ്പൊ ഞാൻ ബംഗറിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. അതുകൂടാതെ ആബയെ കുറിച്ചുള്ള ടെൻഷനാണ് എനിക്ക്. എന്റെ ദൈവമേ, ഞാൻ 24/7 കണ്ട് നമ്മളെ സ്വന്തം പപ്പയെ പോലെ നമ്മൾ ശുശ്രൂഷിച്ച് കഴിയുന്ന ഒരു വ്യക്തി ആ വീട്ടിലും ഞാൻ ബംഗറിലും. അപ്പൊ നമുക്ക് വീടെത്തുന്നത് വരെ തിരിച്ചെത്തുന്നത് വരെ ഒരു വലിയ മാനസികാവസ്ഥയിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. അത് ചിലർക്ക് ചിലപ്പം കളിയാക്കലായിരിക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. ആബ വീട്ടിലും ഞാൻ ബംഗറിലും. ചിലപ്പം ഇന്നലത്തെ സാഹചര്യത്തിൽ ഒരു അലാറം മാത്രമല്ല കേട്ടോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലാറവും അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് വെളുപ്പിനെയൊക്കെ എനിക്ക് ഓടി കൈയും കാലും ഒക്കെ തുറന്നു പറയാലോ. എന്റെ കൈയും എന്റെ ശരീരവും ഒക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കേട്ട 3 അലാറത്തിന് ഞാൻ ബംഗറിലേക്ക് പോയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്. പിന്നെ നിങ്ങൾ ഇത്രയും വിഷമം പിടിച്ചെന്തിനാ നിങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു 18 വർഷം ഞാൻ അധ്യാപികയായിരുന്നു കേട്ടോ, പല സ്കൂളുകളിലായിട്ടൊക്കെ തന്നെ. പക്ഷെ എനിക്ക് അവസാനം ഒരു സ്കൂളിൽ മാത്രം ഞാൻ 13.5 വർഷത്തോളം ജോലി ചെയ്തു. അവസാന വർഷം ഞാൻ മേടിച്ച സാലറി 7,000 രൂപയാണ്. ഈ 7,000 രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു സാമ്പത്തികമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് നല്ലൊരു ജോലി വേണമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, ചേച്ചി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ എത്തിച്ച്. അപ്പൊ നിങ്ങൾ പറയും, എങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, നീ വന്നാൽ പോയി. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് കമന്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്കൊരു 70% എനിക്ക് നാട്ടിലായാലും ഒക്കെ ഉള്ളത് എനിക്കെല്ലാം മുസ്ലിം കൂട്ടുകാരാണേ. അവരെല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട് എന്നാ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താണോ, ഈ മീഡിയയിലൂടെ ഇങ്ങനെ വർഗീയത, മുസ്ലിങ്ങൾ അങ്ങോട്ട് വഴക്ക് പറയുന്നു, അവരിങ്ങോട്ട്. നമ്മളെ ഇപ്പൊ കണ്ടില്ല, എല്ലാ രാജ്യങ്ങളിലും നമ്മളെ മനുഷ്യരാണ്. നിങ്ങൾ അങ്ങനെ പരിഗണിക്കുക, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്താണ് കൈനീട്ടി നമ്മൾ പ്ലഡ്ജിൽ പറഞ്ഞത്, നമ്മൾ പ്രതിജ്ഞയായിട്ട് എന്താണ് പറഞ്ഞത്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളിപ്പം ഇവിടെ ഇസ്രായേലായിരുന്നതുകൊണ്ട് ഒക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ ആർക്കും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്നും ഓർക്കുക, നമ്മളിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്ന ആ ഒരു നിമിഷം
നമ്മുടെ ദൈവമേ അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ നമ്മളെ വിശ്വസിക്കുന്നത്, എന്തായാലും ഒരു ദൈവിക ശക്തി നമ്മളിലുണ്ട്. അപ്പൊ ആ ശക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ആ ഒരു ശക്തി കേൾക്കാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം പരിഹരിക്കാനും എല്ലാവരും കണ്ടില്ലേ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ, വീടുകളിൽ തന്നെയുള്ള അവസ്ഥ. നമുക്ക് എന്താ സത്യത്തിൽ നമ്മുടെ ഞാൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ബംഗാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്താണ് വീട്. ഞാനിപ്പം ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പാല് മേടിക്കാനായിട്ടുള്ള ഞാൻ പോകും കേട്ടോ. ഇനി 2-3 ദിവസം ഇനി എന്താണ് കണ്ടിന്യൂസ് നടക്കുന്നതെന്ന് ഓൾറെഡി പാലൊക്കെ തീർന്നെന്നാണ് ഞാൻ അറിഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് ഒരു കെയർടേക്കർ പറഞ്ഞായിരുന്നു ഓടിപ്പോയി മേടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അലാറം കേൾക്കാം. അതൊക്കെ സിറ്റുവേഷൻസ് ആണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഗവൺമെന്റും എല്ലാം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. അലാറം നമുക്ക് മൊബൈലിൽ അലർട്ട് വരും, അന്നേരം തന്നെ പോവുക. പക്ഷെ എന്റെ ഫോണിൽ അലർട്ട് വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം എന്റെ ആബെ ബെഡിലേക്ക് ആക്കണം, ആബയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആബയുടെ ഫോണെല്ലാം പ്ലേസ് വെക്കുക, വെള്ളമൊക്കെ അത് മുമ്പ് നമ്മളെല്ലാം എടുത്തു വെക്കും. പിന്നെ നമ്മുടെ ബാഗിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ് നമ്മൾ. എങ്കിലും നമുക്കൊരു ടെൻഷനാണ് ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ വലിയ സൗണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സൗണ്ടൊക്കെ കേട്ട് എന്റെ തലയൊക്കെ അങ്ങ് പെരുത്തിരിക്കുക കേട്ടോ. തുറന്നു പറയണമല്ലോ, അല്ലാതെ വിടുന്നുണ്ട്. ഞാൻ 100% ഞാൻ സേഫാണ്, എനിക്കൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇന്നലെ മീഡിയയിലൊക്കെ കാണിക്കുന്ന ആൾക്ക് ഇവിടെയും ടെലിവിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അത് സത്യമാണ്. കുറച്ച് ഇത് മൊത്തം അവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫുള്ള് താഴേക്കല്ലല്ലോ വീണായതും വെച്ചാൽ അതിനെ അറിയാലോ നിങ്ങൾക്ക്. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ട. പക്ഷെ എന്തെങ്കിലും പാർട്ടൊക്കെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പോലും ഒരു ജീവൻ നഷ്ടപ്പെടരുത്. ഇതിന്റെ ഇസ്രായേലിനെതിരായി നിൽക്കുന്ന രാജ്യത്ത് പോലും ഒരു വ്യക്തികൾ പോലും അനാവശ്യമായ ഓരോ കുടുംബത്തിലുള്ള ഓരോ വേർപാട് നിങ്ങൾ ഓർത്ത് നോക്കും. ഒരു മരണം എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ തളർത്തും എന്നുള്ളത്. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അലാറം വരുന്നത് കേട്ടോ, വരുമെന്നല്ല മെസ്സേജ് വന്നു. അപ്പൊ ഇസ്രായേലിൽ നിന്നും വീഡിയോ ഇട്ടിട്ടുള്ള പലരുടെയും വാദങ്ങൾ പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ചേച്ചി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 80% റോഡുകൾ ശൂന്യമാണെന്നാണ് പറഞ്ഞത്. അതായത് നോർമൽ ലൈഫ് അല്ല എന്നൊരു കാര്യം, അതുപോലെ പാലൊക്കെ തീരാനായിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ആ ചേച്ചി അതിൽ പറയുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിനോ എന്നറിയില്ല, ചേച്ചി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെയായി ഒരുപാട് പേർ പരസ്പരം, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പരസ്പരം വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം. അതിൽ ചേച്ചി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെറുതിലെ പ്ലഡ്ജ് ചെയ്യുന്നുണ്ട്. ആ പ്ലഡ്ജ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ്. ആ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനി നെതന്യാഹു ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം, ആ ഒരു സംശയം ആളുകൾക്ക് വരാനുള്ള കാരണം ഇറാൻ പറഞ്ഞിട്ടുണ്ട് നെതന്യാഹുവിനെ കൊന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വധിച്ചു എന്ന ഒരു റിപ്പോർട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇതുവരെ, അതായത് 3-4 ദിവസമായി ഇതുവരെ ലൈവിലൊന്നും നെതന്യാഹുവിനെ കണ്ടിട്ടില്ല. ആദ്യം ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോയിൽ 6 വിരലുകൾ കണ്ടു. അത് പൊള്ളും, ഡീപ് ഫേക്ക് വീഡിയോ, AI-ന്റെ വീഡിയോ ആണെന്ന് തെളിയിച്ചു. പിന്നീട് രണ്ടാമതൊരു വീഡിയോ ഇട്ടു, ഒരു കോഫി കുടിക്കുന്നത്. അതിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വീഡിയോയിലും. മൂന്നാമത് ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിൽ മാന് പോകുന്ന ഒരു മോതിരമുണ്ട്. അപ്പോൾ അതും ഡീപ് ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നെതന്യാഹു ജീവനോടുണ്ടെങ്കിൽ ലൈവായിട്ട് എന്തുകൊണ്ട് അവർ വരുന്നില്ല? അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതാണ് ആളുകളിലുള്ള സംശയം. അതുകൊണ്ടാണ് നെതന്യാഹു ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഒരു ചോദ്യചിഹ്നമായിട്ട് ആളുകളിലൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു കാരണം വെച്ച്, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇസ്രായേലിൽ മാത്രമാണ് പ്രശ്നമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ഇറാനിലും നല്ല പ്രശ്നങ്ങളുണ്ട്. ഇറാന്റെ കേട്ടിടത്തോളം 70-80% ഇറാനിന് നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇറാനിലായിരുന്നാലും ശരി, ഇസ്രായേലിലായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരുന്നാലും ശരി, എവിടെ ആയിരുന്നാലും ശരി, എല്ലാവരും മനുഷ്യരാണ്. ഈ കാരണത്താൽ മരണപ്പെടുന്നത് മനുഷ്യരാണ്. ആ ഒരു ബേസിൽ ചിന്തിച്ച് ഈ യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.